നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ PSയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇപ്പോൾ ഇന്ന് 16ാമത്തെ ദിവസമാണ്. ഇനി വെറും 14 ദിവസമാണ് നമ്മളുടെ 30 ഡേ ചലഞ്ചിലുള്ളത്. ഇന്ന് ജൂലൈ 3 എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട്? എക്സാമിന് ഇന്നേക്ക് 18ാം ദിവസം നമ്മുടെ എക്സാമാണ്. അപ്പോൾ നമ്മൾ 30 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവേശം പതിയെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അങ്ങനെയൊന്നും ആവരുത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 147/2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 41 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 41ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? എത്ര പേരാണ്? ഓപ്ഷൻ ബി ആണ് 7 പേരായിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. ഇതിൽ നമ്മുടെ ഹോക്കിയിൽ വെങ്കല മെഡൽ ആർക്കാണ് ലഭിച്ചത്? PR ശ്രീജേഷിനാണ് ഹോക്കിയിൽ വെങ്കല മെഡൽ ലഭിച്ചത്. 44ാമത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മളുടെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ കുറിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തേത്, ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 4ാമത്തത്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഗത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാനെ സംബന്ധിച്ച് ഈ 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾ ദി എബവ് ആണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ്. ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ഓപ്ഷൻ ഡി ആണ്, മിന്നുമണി. ആരാണ്? മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. അടുത്തത്, കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, കൈരളി. 47ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. 48ാമത്തെ ചോദ്യം, ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് അല്ലെങ്കിൽ ലൂയിസ് മഴ നിയമം? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് അല്ലെങ്കിൽ ലൂയിസ് മഴ നിയമം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് അല്ലെങ്കിൽ ലൂയിസ് മഴ നിയമം. ക്രിക്കറ്റിൽ മഴയോ മറ്റു തടസ്സങ്ങളോ മൂലം മത്സരം തടസ്സപ്പെടുമ്പോൾ വിജയലക്ഷ്യം പുനർനിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഡക്വർത്ത് ലൂയിസ് സ്റ്റേൺ നിയമം, DLS എന്ന് പറയും. 49ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിദ്യാവാഹിനി ആപ്പ്. വിദ്യാവാഹിനി ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി. 50ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിലെ ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചത്. 1ാമത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ്. 2ാമത്തത്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ 2ാമത്തെ മണ്ണ് മ്യൂസിയം. 3,
കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 4. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മണ്ണ് മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തത് ശരിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ്. രണ്ടാമത്തത് തെറ്റാണ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് തെറ്റാണ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് മ്യൂസിയം സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാണ്. 4. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു, അതും ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് 1, 3, 4 ആണ്. 1, 3, 4 ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 1, 3, 4. അടുത്തത് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ്, തമുദ്ര. എന്താണ് തമുദ്ര എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് നടത്തപ്പെട്ട പ്രചരണ പരിപാടിയാണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രചരണ പരിപാടിയാണ് തമുദ്ര. 52ാമത് ചോദ്യം, സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ദൂരദർശൻ. ദൂരദർശന്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. 53ാമത്തത്, ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ജനന സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായിട്ടുള്ള ജോഡികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജനന സമയത്ത് 300 എല്ലുകൾ ഉണ്ടെങ്കിലും പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എല്ലുകളുടെ എണ്ണം എത്രയായിട്ട് മാറുന്നു? ഓപ്ഷൻ ബി ആണ്, 300ഉം 206ഉം. ജനന സമയത്ത് 300ഓളം എല്ലുകൾ ഉണ്ടെങ്കിലും വളർച്ചാഘട്ടത്തിലെ എല്ലുകളൊക്കെ യോജിച്ച് നമ്മൾ പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിൽ 206 എല്ലുകളാണ് ഉള്ളത്. ആ 206 എല്ലുകളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വിഭജിക്കുന്നത്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും വിഭജിച്ചു. അക്ഷാസ്ഥികൂടത്തിൽ 80 എല്ലുകളും അനുബന്ധാസ്ഥികൂടത്തിൽ 126 എല്ലുകളാണ് ഉള്ളത്. അടുത്തത്, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് കഴിക്കേണ്ടത്? മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് കഴിക്കേണ്ടത്? മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഭക്ഷണ ഇനങ്ങളാണ് കഴിക്കേണ്ടത്? ഏതൊക്കെയാണ്? ഇത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, 1, 3. 1 പറയുന്നത് നെല്ലിക്ക കഴിക്കണം, 3 മുരിങ്ങയില. നെല്ലിക്കയും മുരിങ്ങയില. അപ്പൊ മോണയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകമാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് മുരിങ്ങയിലയിലും നെല്ലിക്കയിലുമാണ്. അതിനാൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനങ്ങളും കാർഷിക വിളയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. അപ്പൊ ഏതൊക്കെയാണ്? ലോല പയറ്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര എന്തിന്റെ ഇനമാണ്? ഓപ്ഷൻ സി ആണ്, തെങ്ങിന്റെ ഇനമാണ്. എന്താണ്? തെങ്ങിന്റെ ഇനമാണ് ചന്ദ്രശേഖര തെങ്ങിന്റെ ഇനമാണ്. അടുത്തത്, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതാണ് പവിഴപ്പുറ്റുകളാണ് അല്ലേ? കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? പവിഴപ്പുറ്റുകളാണ്. 1 മാത്രം വരുന്നു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, കുരുവിക്കൊരു കൂട്. എന്താണ്? കുരുവിക്കൊരു കൂടാണ് വംശനാശ ഭീഷണി നേരിടുന്ന
അങ്ങാടി കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി കുരുവിക്കൊരു കൂട്. 58ാമത്തെ ചോദ്യം, കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏതാണ്? കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് പ്രിയങ്കയാണ് പാവലിന്റെ ഇനം. ബാക്കി ഓപ്ഷൻസിൽ പവിത്ര എന്ന് പറയുന്നത് നെല്ലിന്റെ ഇനമാണ്. പവിത്ര നെല്ലിന്റെ ഇനമാണ്. നീലിമ എന്തിന്റെയാണ്? വഴുതനയുടെ ഇനമാണ് നീലിമ. ഇനി മുക്തി എന്ന് പറയുന്നത് ഒരു പച്ചമുളക് ഇനമാണ്. 59ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ വ്യക്തിയാണ്. ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തിയ കൃഷി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് എന്ന് പറയുന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി 3ഉം തെറ്റാണ്. അപ്പോൾ തെറ്റിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. ഡോക്ടർ MS സ്വാമിനാഥൻ പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അദ്ദേഹം ഡോക്ടർ MS സ്വാമിനാഥൻ ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം ഇദ്ദേഹം കൃഷി ശാസ്ത്രജ്ഞനല്ല, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ഡോക്ടർ S രാധാകൃഷ്ണൻ ആണെങ്കിലോ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും 2ാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഡോക്ടർ S രാധാകൃഷ്ണൻ. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം അതിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിരിക്കുന്നത്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ സി ആണ് ക്രോമിയമാണ് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്യപ്പെട്ട മൂലകം. നിറം എന്ന അർത്ഥം വരുന്ന ക്രോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രോമിയത്തിന് ആ പേര് ലഭിച്ചത്. ക്രോമിയത്തിൻ്റെ സംയുക്തങ്ങൾക്ക് വിവിധ നിറങ്ങൾ ഉള്ളതിനാലാണ് ഈ ഒരു പേര് ക്രോമിയത്തിന് കൊടുത്തത്. 61ാമത്തെ ചോദ്യം, സിങ്കിൻ്റെ അയിര് ഏതാണ്? ഇതിൽ ഏതാണ് സിങ്കിൻ്റെ അയിര്? ഓപ്ഷൻ സി ആണ് കലാമിനാണ് സിങ്കിൻ്റെ അയിര് വരുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസിൽ ഹേമറ്റൈറ്റ് എന്തിൻ്റെ അയിരാണ്? ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് ആണെങ്കിലോ അലൂമിനിയത്തിൻ്റെ ആണ്. മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ തന്നെ അയിരാണ്. അപ്പോൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ആണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. അടുത്തത് മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഏത് ലോഹമാണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കാൽസ്യം ആണ് മാർബിളിൽ അടങ്ങിയിരിക്കുന്നത്. 63ാമത്തെ ചോദ്യം, ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇവയിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? 4 ശുദ്ധ പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ജലമുണ്ട്, പഞ്ചസാരയുണ്ട്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് നൈട്രജൻ ആണ് കൂട്ടത്തിൽ പെടാത്തത്. നൈട്രജൻ ഒരു മൂലകമാണ്. ഒരേ തരം ആറ്റങ്ങളാൽ നിർമ്മിതമായ ശുദ്ധപദാർത്ഥമാണ് മൂലകം എന്ന് പറയുന്നത്. ബാക്കി മറ്റുള്ളവയെല്ലാം സംയുക്തങ്ങളാണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ജലമാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും അത് സംയുക്തമാണ്. നൈട്രജൻ ഒരു മൂലകമാണ്. 64ാമത്തെ ചോദ്യം, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നി. അതിന് കാരണം എന്താണ്? എന്ത് കാരണം കൊണ്ടാണിത്? ഇത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് അപവർത്തനം അല്ലേ. അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപവർത്തനം മൂലമാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. പ്രകാശം സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മറ്റൊരു മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ നേരെ തിരിച്ചോ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കാൻ കാരണം അപവർത്തനം മൂലമാണ്. അടുത്തത്, ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് യൂനുസ്. ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് യൂനുസ് ആണ്. 66ാമത്തെ ചോദ്യം, ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്?
ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് സ്കൂൾ വിദ്യാഭ്യാസം അല്ലേ. സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി. 67ാമത്തെ ചോദ്യം, മലമ്പനി പരത്തുന്ന വാഹക ജീവി ഏതാണ്? മലമ്പനി പരത്തുന്ന വാഹക ജീവി ഏതാണ്? ഓപ്ഷൻ എ ആണ് അനോഫിലസ് കൊതുക്. അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് പെൺകൊതുകുകളായ അനോഫിലസ് കൊതുകുകളിലൂടെയാണ്. 68, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, പോളിയോ, ചിക്കൻ ഗുനിയ. ഇതിലേതാണ് വൈറസ് രോഗമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, ഡിഫ്തീരിയാണ് വൈറസ് രോഗമല്ലാത്തത്. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. അടുത്തത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നു. അപ്പോൾ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണല്ലേ ശരി. അതായത് എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. 1ഉം 2ഉം ശരിയാണ്. 3ാമത് തെറ്റാണ്. എയ്ഡ്സ് രോഗം ഒരിക്കലും കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ പകരുന്നില്ല. അപ്പോൾ 1ഉം 2ഉം ശരിയായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്തത്, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ് വേണ്ടത്? ഓപ്ഷൻ ഡി ആണ്, മാംസ്യമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയും അല്ലേ. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം. ഇനി ബാക്കി ഓപ്ഷൻസിൽ ധാന്യകം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇവ എന്തിനാണ് നമുക്ക് വേണ്ടത്? ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് ധാന്യകത്തിൽ നിന്നാണ്. അപ്പോൾ ധാന്യകത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ധാന്യകത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ. ഇനി ജീവകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിറ്റാമിൻസ് എന്ന് പറയും. ശരീരത്തിലെ വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു. ഇവ ഊർജ്ജം നമുക്ക് നൽകുന്നില്ല. വിറ്റാമിൻസ് ഒരിക്കലും നമുക്ക് ഊർജ്ജം നൽകുന്നില്ല. ഇനി കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയും. ഊർജ്ജത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്നു. ധാന്യകത്തേക്കാൾ കൂടുതൽ ഊർജ്ജം നൽകുന്നു. ശരീര താപം ക്രമീകരിക്കുന്നതിനും ആന്തരിക അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനും കൊഴുപ്പ് സഹായിക്കുന്നു. അടുത്തത് 71ാമത്തെ ചോദ്യം, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ സി സ്കർവിയാണ് ശരിയായിട്ടുള്ളത്. ബാക്കി വിറ്റാമിൻ എ ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. വൈറ്റമിൻ ബി കണ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. വിറ്റാമിൻ ഡി നിശാന്തത എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ഇനി വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് ബെറി ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് കുട്ടികളിലാണ്. 72ാം ചോദ്യം, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ്? 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്തെന്നാണ് ചോദ്യം. എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമായിരുന്നു 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. അടുത്തത്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പക്ഷാഘാതമാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേര്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 4 ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച.
അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവോ അല്ലെങ്കിൽ ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കോശങ്ങൾക്ക് കഴിയാതെ വരുന്നത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം രോഗമുള്ള വ്യക്തിയുടെ രോഗലക്ഷണങ്ങളാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. 75 അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ദൗത്യം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആർദ്രം മിഷനാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആർദ്രം മിഷനാണ്. അടുത്തത്, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം എന്താണ്? മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആശാഭവൻ. ആശാഭവനാണ് മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാരിൻ്റെ സ്ഥാപനം. അടുത്തത്, ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സി ആണ്, കുരങ്ങുപനി. കുരങ്ങുപനിയാണ് ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. അതിന് കാരണം എന്താണ്? കർണാടകയിലെ ക്യാസന്നൂർ വനമേഖലയിലാണ് ഈ കുരങ്ങുപനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു രോഗത്തിന് ഈ ഒരു പേരിൽ അറിയപ്പെടാൻ കാരണം. ഇനി ഇതിൻ്റെ രോഗകാരി എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ഫ്ലാവി വൈറസ് കുടുംബത്തിൽപ്പെട്ട KFD വൈറസ് ആണ് കുരങ്ങുപനിക്ക് കാരണക്കാരൻ. അടുത്തത്, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയതാരാണ്? 2023 ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ആർക്കായിരുന്നു ലഭിച്ചത്? ഓപ്ഷൻ എ ആണ്, കാറ്റലിൻ ഗാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ ഗാരിക്കോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ ആണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹാവിഷ്യൂർ. ഹാവിഷ്യൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ.